ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള 2 കിടിലൻ റെസിപ്പിയുമായിട്ടാണ്. 3 പഴം വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. ഒന്ന് ഉന്നക്കായും ഒന്ന് വാഴക്കപ്പാലും. ഈ 2 വിഭവങ്ങളാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതുപോലെ ഉന്നക്കായ് തയ്യാറാക്കുമ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ട്രിക്സും ഐഡിയാസൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉന്നക്കായും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തുള്ളത് 3 നേന്ത്രപ്പഴമാണ്. നല്ല അധികം പഴുക്കാത്ത പഴം വേണം ഇതിനെടുക്കാനായിട്ട്. അപ്പോൾ നല്ല പച്ച പഴം എടുക്കാൻ പാടില്ല, നല്ല പഴുത്തതും എടുക്കാൻ പാടില്ല. അതിനിടയിൽ വരുന്ന പഴം വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഇത് സ്റ്റീം ചെയ്തെടുക്കണം. നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉന്നക്കായ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഹോളുള്ള പാത്രത്തിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലുള്ള ഹോളുള്ള പാത്രത്തിൽ നിന്ന് വെച്ചിട്ടാണ് ഞാൻ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഇത് പുഴുങ്ങിയെടുക്കുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂ, കിസ്മിസ്, 3 ഏലക്കായ ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നല്ലത്. ഫസ്റ്റേ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിങ്ങോട്ട് മെൽറ്റായ പോലെ ഇരിക്കും. അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. ചിലർക്ക് മുട്ട ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. ഞാനൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ പാനിൻ്റെ ഒരു സൈഡിലേക്ക് തേങ്ങ മാറ്റിയിട്ട് ഒരു സൈഡിലേക്കാണ് മുട്ട ഒഴിച്ച് കൊടുക്കുന്നത്. മുട്ട ഒഴിച്ച് 1-2 സെക്കൻഡ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നമുക്ക് മിക്സായി കിട്ടും. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങയും മുട്ടയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പഴത്തിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉന്നക്കായ്ക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട ചേർക്കേണ്ട, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ ഇൻഗ്രീഡിയൻ്റ് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴം ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴം ഒന്ന് എന്താ പറയുക, കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മേക്കർ സേവനാഴിയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളെ പഴം കിട്ടും. പഴത്തിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് കളറൊന്നും കളയേണ്ട ആവശ്യമില്ല. ചിലർ അതൊക്കെ കളഞ്ഞിട്ട് ചെയ്യും. ആരൊന്നും കളഞ്ഞിട്ടില്ല. ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പഴം കുഴച്ചെടുക്കാൻ പറ്റും. ഇടിയപ്പത്തിൻ്റെ മേക്കറിൽ നമുക്ക് പല രീതിയിലുള്ള മോൾഡുകളും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ആ ഒരു മോഡലിലുള്ള മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 3 പഴവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ചെടുക്കാൻ നല്ല സുഖമാണ്. മറ്റേത് നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം നല്ല കുറവാണ്. വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും ചെയ്യും. നമുക്ക് പൊടികൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും പുഴുങ്ങിയെടുക്കുമ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഉന്നക്കായ ആക്കിയെടുക്കാം. ഉന്നക്കായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. കയ്യിൽ കുറച്ച് ഓയിൽ തടവുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. എന്നിട്ട് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരു കുഴി പോലെ ആക്കിയെടുക്കുക. കുഴി പോലെ ആക്കിയെടുത്തിട്ട് നമ്മൾ ഫില്ലിങ് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് അതിൽ നിൽക്കുകയും ചെയ്യും, പുറത്തേക്കൊന്നും വരാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാൻ നോക്കുക.
അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ 15 ഉന്നക്കായ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3 പഴം കൊണ്ടാണ് ഞാൻ 15 തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും ചെറിയത് വേണമെങ്കിൽ ചെറുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ഉന്നക്കായ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ 15 ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് 3 പഴം കൊണ്ട്. ഞാനിനി ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് വാഴക്കപ്പാലാണ്. അതിനായിട്ട് ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തേങ്ങാപ്പാലായതുകൊണ്ട് നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് ഞാൻ 3 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏലക്കായൻ്റെ പീസസ് എടുത്ത് കളഞ്ഞാൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ ഈ പാലിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് 2 വേണമെങ്കിലും കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. 2 ആയാലും ടേസ്റ്റ് തന്നെയാണ്. ഇതധികം കട്ടി പാടില്ല. കുറച്ച് വെള്ളം പോലെയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇതൊന്നും കൂടെ ചൂടാറുമ്പോൾ ഒന്നും കൂടെ കട്ടിയായി മാറും. അപ്പോൾ നമ്മുടെ വാഴക്കപ്പാലിൻ്റെ പാൽ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വറവിട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ തേങ്ങാപ്പാൽ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉന്നക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാഴക്കപ്പാൽ തയ്യാറാക്കാനായിട്ട് ഞാൻ 8 ഉന്നക്കായാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു 1-2 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. അധികം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് തീ ഓഫ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് സെർവ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ അതിലേക്ക് നല്ല തേങ്ങാപ്പാലൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ പഴത്തിലേക്ക്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വാഴക്കപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉന്നക്കായാണ്. ഉന്നക്കായ സാധാ പോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴം വിഭവങ്ങൾ. വാഴക്കപ്പാലും ഉന്നക്കായും. ഉന്നക്കായൊക്കെ ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ വാഴക്കപ്പാൽ അധികം ആരും അങ്ങനെ കഴിക്കാൻ സാധ്യതയില്ല. കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കഴിക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാനിതിൽ പറഞ്ഞിട്ടുള്ള ട്രിക്കൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സെവനാഴിയിൽ വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ നോക്കുക. കുഴച്ചെടുക്കുമ്പോൾ സേവനാഴിയിൽ കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉന്നക്കായൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.